പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. സർവലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. സുഖസ്നാനപിതാവേ, അങ്ങേ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സുഖസ്നാനപിതാവേ, അങ്ങേ മൗനത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സുഖസ്നാനപിതാവേ, അങ്ങേ നാമം പുസ്തകമാണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥാനേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ് എന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥാനേക്കും. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. സത്യമായ ശരീരങ്ങളെ ഉയർത്തുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവൻ, ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ കൂടുതൽ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു.
സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരെ സഭയിലായി വസിക്കുന്ന പരിശുദ്ധന സുന്ദരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവതത്വവാനത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിലെയും നാഥായ നീക്കും. എന്റെ സഹോദരരെ, പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായന അധ്യായം 3 മുതൽ 12 വാക്യങ്ങൾ. മോശ തന്റെ അമ്മായിയും മിദ്യാനിലെ പുരോഹിതനുമായ ജെത്രയുടെ ആളുകളെ മേടിച്ചു വരികയായിരുന്നു. അവൻ മരുഭൂമിയിൽ അമ്മാവേറ്റി ആളുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോരേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവരെ പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി മുൾപ്പടത്തെ കത്തിയിരിക്കുകയായിരുന്നു, എങ്കിലും അത് എരിച്ചാമലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തിരുന്ന് ഒന്ന് കാണട്ടെ. മുൾപ്പടപ്പ് എരിച്ചാമലാവുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്തിരുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശെ മോശെ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവൻ തന്നെ ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവർ തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിന്റെ നേരെ നോക്കുവാൻ അവർ ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള നിന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നുവരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അന്വേഷിക്കുന്ന സ്ഥലത്തേക്ക് അവർ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം അവതരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവർ അരുളി ചെയ്തു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായ നീക്കും. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം കടവുകൾ
സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ. യേശു തിബേരിയോസ് കടലിലേക്ക് ഒരുക്കി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമോനേ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യം അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമോനേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമോനേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യസത്യമായി നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമോർക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോകുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരു പെണ്ണിനെ അരമോർക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവർ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. സ്നേഹിക്കുക, സഭയെ പടുത്തുയർത്തുക. ഈശ്വരഹായി ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, മക്കളെ, യുദ്ധഭീതിതമായ അന്തരീക്ഷം ഇറാനും ഇസ്രായേലും അതിനോട് ചേർന്ന് അമേരിക്കയും ഇത്തരത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു, യുദ്ധമല്ല ആവശ്യം, സമാധാനമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് റോം. എന്നാൽ റോം ഭരിക്കുന്ന പരിശുദ്ധ പിതാവിന്റെ സ്വരം ശ്രമിക്കുവാനായിട്ട് ലോകം എപ്പോഴും കാത്തിരുന്നിട്ടുണ്ട്. അത് സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സ്വരമാണ്. ആ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സ്വരം വീണ്ടും മുഴങ്ങിയപ്പോൾ ട്രംപ് ഭീഷണിയുമായി വന്നു. അവിടെ പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഞാൻ സുവിശേഷം ഉറക്കെ പ്രഖ്യാപിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ ആരെതിർത്താലും ആ സമാധാനം ഞാൻ പ്രഘോഷിക്കും. ഈശോ സഭയെ പടുത്തുയർത്തുവാൻ വേണ്ടി പ്രത്യേകമാവിധം തിരഞ്ഞെടുത്ത വ്യക്തിത്വമാണ് പരിശുദ്ധ പിതാവ്. ആ പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുക്കുന്ന രംഗമാണ് സുവിശേഷത്തിൽ നാം ശ്രമിച്ചത്. പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. സാധാരണഗതിയിൽ ഒരു പ്രാവശ്യം ചോദിക്കും, ഉത്തരം ലഭിക്കും. എന്നാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും ചോദിക്കുകയാണ്. അവൻ ഉത്തരം പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എല്ലാം അറിയുന്നു എന്ന്. ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ ഭീഷണി സംഭവിച്ചിട്ടുണ്ട് എന്ന് പത്രോസ് ഓർത്തുകൊണ്ടാണ് പറയുക. നീ എല്ലാം അറിയുന്നു എന്ന്. തള്ളി പറഞ്ഞതും ഓടി ഒളിച്ചു അവനെ കണ്ടപ്പോൾ മാറിപ്പോയതുമെല്ലാം
പത്രോസ് ഓർത്തുകൊണ്ടാണ് പറയുക, നീ എല്ലാം അറിയുന്നു എന്ന്. സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന്. പഴയ നിയമഗ്രന്ഥത്തിൽ നാം ശ്രമിച്ചു. ദൈവം മോശയെ വിളിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട്. ലേഖനഭാഗത്ത് ദൈവത്തിന്റെ സഭയെ പടുത്തുയർത്തുവാനായിട്ട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ആ ആഹ്വാനത്തിന്റെ തുടർച്ചയാണ് സുവിശേഷത്തിൽ. പത്രോസിനെ ഫലമേൽപ്പിക്കുകയാണ്. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും, ഈശോ ഉദ്ധിതൻ പ്രാതുലൊരുക്കി കാത്തിരിക്കുകയാണ് ശിഷ്യന്മാർക്ക് വേണ്ടി. അവർ എന്തെങ്കിലും ലഭിച്ചോ എന്ന് ചോദിക്കുന്നു. ഒന്നും ലഭിച്ചില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, തമ്പുരാനില്ലാതെ പഴയ പണികൾക്ക് പോയാൽ ഒന്നും ലഭിക്കുകയില്ല. വിളിച്ചവനെ പിന്തുടരുവാനായിട്ട് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് സുവിശേഷം. ആ ഓർമ്മപ്പെടുത്തലുമായി എന്റെ അധ്വാനവുമായി എന്റെ തമ്പുരാനിലേക്ക് വരുമ്പോഴാണ് എന്റെ തമ്പുരാൻ എനിക്ക് ആവശ്യമായതെല്ലാം തരിക. അപ്പോൾ കൃതജ്ഞതയിൽ പത്രോസിനെ കുറിച്ച് വളരെ മനോഹരമായ ഒരു ആവിഷ്കാരമുണ്ട്. നീറോ ചക്രവർത്തിയുടെ കാലത്ത് റോമിൽ ശക്തമായ മതബന്ധനം അഴിച്ചുവിട്ടു. അതിൽ ഭീതിതനായ പത്രോസ് ലീഹ റോമിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. അവിടെ കുരിശ് വരച്ചുകൊണ്ട് റോമിലേക്ക് പോകുന്ന ഈശോയെ കാണുകയാണ്. ചോദിക്കുകയാണ്, കോവാദീസ്, നീ എവിടേക്ക് പോകുന്നു എന്ന്. ഈശോ പത്രോസ് ഈശോയോട് ചോദിക്കുകയാണ്, കോവാദീസ്, നീ എവിടേക്ക് പോകുന്നു? ഈശോ മറുപടി പറയുകയാണ്, നിനക്ക് വേണ്ടി നിനക്ക് പകരമായി കുരിശു തറയ്ക്കപ്പെടുവാനായിട്ട് ഞാൻ വീണ്ടും റോമിലേക്ക് പോവുകയാണ്. അത് തനിക്കുള്ള ഒരു ഉത്തരമാണ്, അല്ലെങ്കിൽ തനിക്കുള്ള ഒരു പ്രചോദനമാണ് എന്ന്, തനിക്കുള്ള ഒരു വഴികാട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് പത്രോസ് വീണ്ടും റോമിലേക്ക് തിരിച്ചു പോകുന്നു. അവൻ മരണത്തിന് രക്തസാക്ഷിയായി തീരുകയാണ്. മരണം വരിക്കാൻ നിരത്ത് ക്രിസ്തുവിനെ പോലെ മരണം വരിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞു തലകീഴായി അവൻ രക്തസാക്ഷിയായി മരണം വരിച്ചു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. സുവിശേഷവും ഇത് തന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. എപ്രകാരമുള്ള മരണമായിരിക്കും പത്രോസ് ലീഹ വരിക്കുകയായിരുന്നു. തമ്പുരാനെ സഭയെ പടുത്തുയർത്തുവാനായിട്ട് പത്രോസ് സഭയെ സ്നേഹിച്ചതുപോലെ ആത്മാർത്ഥതയോടുകൂടി തമ്പുരാനെ സ്നേഹിക്കുവാനായിട്ട് അവന്റെ വഴിയോരങ്ങളിൽ അവന് സാക്ഷി നൽകുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി കർത്താവേ ഞങ്ങളുടെ വഴിയും സത്യവും ശിവനുമായ എന്റെ ഞങ്ങളെ അന്ധകാരത്തിന്റെ പ്രകാശത്തിലേക്കും അസത്യത്തിന്റെ സത്യത്തിലേക്കും മരണത്തിന്റെ മരണമിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായ കൃഷ്ണനെ ഉദ്ധാരണം വഴി കർത്താവെ ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ വിലാസങ്ങളോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ ചെയ്യുമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അറിയുന്നവരും സത്യത്തെ പ്രതി പീഡനിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തെയും അവർണീയമായ സ്വന്തഭാഗത്തെ ഓർക്കുവാനും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം പ്രവേശിക്കാനും വരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭാവം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ തനിക്ക് വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കൈകളെ
അങ്ങയുടെ രാജ്യമായ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ധനവിഹാരബോധനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉത്ഥാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹ ധനികമായ മനസ്സിലാക്കാൻ ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനാകട്ടെ. ഞങ്ങളുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുന്ദരവും പരിശുദ്ധവും ശിവനായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതുപോലാത്മജനം ദിവ്യറുഹായും സ്തുതിയെന്നും ദൈവാഭികനെയും മാറിയോസേപ്പിനെയും സാദരമോർത്തിടാ പവനം ഇവനിൽ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേ. മതോമായും നിനസാക്ഷികളെയും സൽക്കർമ്മികളെയും വേദി ഓർത്തിടാ. സർവശക്തപിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്തിനാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും
എളിയവരും പാപികളുമായിരുന്നെങ്കിലും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസനേരത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാവൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ഞങ്ങളുടെ സമൃദ്ധമായ കൃപ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രാമാണികവും നിസ്സാരങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച് അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ
വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങുകയും ഭക്ഷിക്കുകയും തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി സിദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങുകയും പാനം ചെയ്തു. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെയും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരാജങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. അങ്ങനെ ദാസരുടെ കുർബാനയിൽ അവതരിച്ചു ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധനയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയരത്തിലുള്ളവരെയും പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ മനുഷ്യ സൂര്യരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങനെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. നാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ഈശോയുടെ അമൂല്യമായ ശരീരങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുരാഗത്തിനും വാഗ്ദാനത്തോടെ അപരാധങ്ങളും നീതിയോടും പാപത്തെക്കുറിച്ച് പശ്ചാത്തലപ്പിച്ചുകൊണ്ടും സഹോദരന്റെ ജീവശിച്ചുകൊണ്ടും നമുക്ക് സാധിക്കുന്ന ആദരാഞ്ജലിയോട് കൃപയും പാപമോചനവും യാചനയും ചെയ്യാം. അവരുടെ വിളിച്ചപേക്ഷിക്കും. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ജീവനും കാരണമാണ്. സഹോദരരെ, സ്വർഗ്ഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭയെ ക്ഷണിക്കുന്നു. സ്നേഹം ദൈവസ്നേഹം അകതാരിലറിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു
തിരുവോസ്തിയായും വിരമയും സ്നേഹം ദൈവസ്നേഹം അകതാരിലറിയാൻ വരുന്നു സ്നേഹം എന്നീശോ ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം ഇത്ര ചെറുതാകാൻ എത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. പരിശുദ്ധാത്മാവിനാൽ സ്ഥിരവും രക്ഷിതവും ജീവദായകവും ദൈവികവുമായ ദിവസങ്ങളെ സമീപിച്ച് ഇവയെ പങ്കിടുവാൻ ദൈവികവും നമുക്കാകുന്നു. ഇവയുടെ അതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അറിയുക ഈ ആഴ്ചയിൽ പള്ളി പരിസരവുമായിരിക്കാണ്. അത് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ജൂബിലിയോടനുബന്ധിച്ചുള്ള പൊതു ക്ലിനിക്കായിരിക്കും. ഒരു യൂണിറ്റിന് മിനിമം 7 പേരെങ്കിലും എത്തിച്ചേരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബ യൂണിറ്റ് ഭാരവാഹി പ്രത്യേകം ശ്രദ്ധിക്കുക. 7 പേരെങ്കിലും ഒരു യൂണിറ്റിൽ നിന്ന് എത്തിച്ചേരുക. കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച 4430 രൂപ. ഇന്ന് നമ്മുടെ 7 കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും സ്റ്റൈൽ ലേഖനവുമാണ്. 9 മണിയുടെ കുർബാനയോടുകൂടി ആ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഭാഗമായ ആക്ഷൻ സംഭവിച്ച കൈകോടുകൾ ജോലിപ്പോഴും കുടുംബവും പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രത്യേകവും നന്ദി അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച നമ്മുടെ ഇടവകയിലെ സഹോദര ജൂബിലി സമാപന ദിനമാണ്. വൈകിട്ട് 4:30 കൃതജ്ഞത അറിയപ്പെടണം. സ്തോത്രഗീതം, പൂർവികർക്ക് വേണ്ടിയുള്ള ഓഫീസ്, സഹോദര ജൂബിലി സ്മാരക കപ്പയാളം ജീവിതം, ഇടവകയിൽ സേവനം ചെയ്തവർ വൈദികരെയും സദസ്യരെയും അന്മാരെയും ആദരിക്കൽ, പൊതുസമ്മേളനം, കലാപരിപാടികൾ, സ്നേഹവിരുന്ന്. ഏകദേശം 3 ലക്ഷം രൂപയാണ് അന്നത്തെ ചിലവായിട്ട് കണക്കാക്കിയിരിക്കുക. എല്ലാ കുടുംബവും ഏറ്റവും കുറഞ്ഞത് 1000 രൂപ വീതമെങ്കിലും യൂണിറ്റ് ഭാരവാഹികളെ ഈ ബുധനാഴ്ചയ്ക്കകം ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ജൂബിലി കമ്മിറ്റിയും കേൾക്കാരന്മാരെല്ലാവരും പറയുന്നത് അച്ഛൻ അല്പം സ്ട്രെസ് കൊടുത്ത് പറയേണ്ടതാണ്. ദയവായിട്ട് സ്ട്രെസ് കൊടുത്ത് എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 3 ലക്ഷം രൂപ കരുതിയാൽ മാത്രമാണ് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുകയുള്ളൂ. പള്ളിയിൽ നീക്കിയിരിക്കുന്നു ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സുഖവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യവും കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യ
പരിശുദ്ധോച്ചിമതായവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ഉത്ഥാനത്താൽ മാനവരിൽ മോദമുണർത്തിയ തിരുനാഥൻ തൻ പ്രിയ വധുവ തിരുസഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഉദ്ദിതനീശോ മിശിഹാതൻ ശാശ്വതമായ സമാധാനം സഭയിലും അവൾ തൻ സഭയിലും നിതരാം ശാന്തി വിതയ്ക്കട്ടെ. വിശ്വാസത്തിൻ സ്നേഹത്തിൽ ഉത്ഥാനത്തിൻ സാക്ഷികളായി ധരയിലെങ്ങും പ്രഭവേശ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. ജീവനും തിരു ശ്രീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. രക്ഷിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി.